ഒരു സംസ്ഥാനത്തെ ഭരണം മാറിമറിഞ്ഞപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒരു വനമേഖലയാകെ വളഞ്ഞെടുത്ത സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഇസ്ലാം നഗർ എന്ന് പറയുന്ന ഒരു ചെറു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷണം അതിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒഡീഷയിലെ മൽകാംഗിരി എന്ന് പറയുന്ന ജില്ലയിലുള്ള വനപ്രദേശം. ഈ വനപ്രദേശത്താണ് 100 ഏക്കർ ഇസ്ലാം നഗറാക്കി മാറ്റിയിരിക്കുന്നത്. ഇവിടെ വെയർഹൗസുകൾ, ബിൽഡിങ്ങുകൾ, ട്രാൻസ്ഫോമറുകൾ, ജലസംഭരണി തുടങ്ങിയവയെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടത്തേക്ക് ഒരു റോഡ് വെട്ടാൻ യാതൊരു അനുവാദവും ഇല്ലാത്ത ഇവിടേക്ക് റോഡ് വെട്ടാൻ നവീൻ പട്നായിക്ക് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് 9 ലക്ഷം രൂപ അനുവദിക്കാൻ റോഡ് വെട്ടുകയും ചെയ്തിരിക്കുന്നു. ഹരിത ട്രിബ്യൂണലാണ് ആദ്യം കേസെടുത്തത്. ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളും ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ വനമേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ചില പ്രദേശങ്ങൾ വളഞ്ഞെടുത്തുകൊണ്ട് അവിടെ ഒരു പ്രത്യേക സ്ഥലമാക്കി മാറ്റുന്നുള്ള വാർത്തകൾ മുൻപും വന്നിരുന്നു. ആ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അന്വേഷണം വിപുലമായി തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 23 വർഷമായി ഒഡീഷ ഭരിച്ചുകൊണ്ടിരുന്ന ബിജു ജനതാദളിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഇതെല്ലാം നടന്നിരുന്നത്. ഇപ്പോൾ ഒഡീഷ ഭരിക്കുന്നത് BJP ആണ്. ന്യൂസ് ഡെസ്ക്.